BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ചാപ്റ്റർ യൂണിറ്റ് 1 ഒരു ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ്. ഫ്രം ദ ഡിസ്കഷൻ, ആദ്യത്തെ ഭാഗത്ത് നൽകിയിരിക്കുന്ന ഡിസ്കഷനിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ പറയുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന രീതിയിലാണ് ആ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു കീപ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് അവർ ബിസിനസ് ട്രാൻസാക്ഷൻ. That is the first purpose of keeping a good record of accounting. Accounting is done to keep a systematic record of financial transactions. Financial transactions sales ആവാം, purchase ആവാം, അല്ലെങ്കിൽ sales returns, purchase returns, cash receipts, cash payments, credit sales, credit ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. സോ ഒന്നാമത്തെ പേർപ്പസ് അതാണ്, ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ദ നെറ്റ് ഇഫക്റ്റ് ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ മുഴുവനും നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം, നോർമലി ബിസിനസിന്റെ അക്കൗണ്ടിങ് പീരീഡ് നമ്മൾ 1 ഇയർ ആയിട്ടാണ് കണക്കാക്കുക. സോ ചിലപ്പം അത് കലണ്ടർ ഇയർ ആവാം, അല്ലെങ്കിൽ അത് ഫിനാൻഷ്യൽ ഇയർ ആവാം. കലണ്ടർ ഇയർ എന്ന് വെച്ചാൽ ജാൻ ടു ഡിസംബർ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ April 1 ടു March 31. നോർമലി ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും. സോ ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ, ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്, നമുക്ക് വെദർ അവർ കമ്പനി കുഡ് ഏൺ എ പ്രോഫിറ്റ് ഓർ വി കുഡ് ഏൺ എ ലോസ്, വാട്ട് ഈസ് അവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സിറ്റുവേഷൻ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും അക്കൗണ്ടിങ് റെക്കോർഡിങ്ങിന്റെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ഒരു ഉദ്ദേശം അതാണ്. സോ a proper record of income and expense facilitates the company to exactly ascertain the profit or loss. Okay. So in order to find the profit or loss, we prepare a kind of statement called income statement. Trading account, profit and loss account എന്നൊക്കെ പേരിൽ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഗ്രോസ് ആണ് ആയിട്ടുള്ള പ്രോഫിറ്റ് കണ്ടെത്തും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തും. ഇനി പ്രോഫിറ്റ് തന്നെ ഉണ്ടാവണമെന്നില്ല, ഗ്രോസ് ലോസ് ഉണ്ടാവാട്ടോ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നെറ്റ് ലോസും സംഭവിക്കാം. എന്തോ ആവട്ടെ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് റിവീൽ ചെയ്യാൻ നമുക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ റെക്കോർഡിംഗ് ആവശ്യമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ പേർപ്പസ് അതാണ്. മൂന്നാമത്തെ പേർപ്പസ് എന്ന് പറയുന്നത് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് അവർ ബിസിനസ്. ഓണേഴ്സിന് മാത്രമല്ല, ഇൻട്രസ്റ്റഡ് പാർട്ടീസിനും അറിയണം നമ്മുടെ കമ്പനിയുടെ മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനിയുടെ പൊസിഷൻ എന്താണെന്ന്. കടം നൽകാൻ ഉദ്ദേശിക്കുന്ന ബാങ്കുകൾക്ക് അറിയണം. ഗുഡ് പൊസിഷനുള്ള കമ്പനിക്കാണ് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ തയ്യാറാവുള്ളൂ. അതുപോലെ വേറെയും, അതായത് സപ്ലയേഴ്സ്, നമുക്ക് ക്രെഡിറ്റില് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സപ്ലയേഴ്സിന് അറിയണം. നല്ല സൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽത്ത് ഉള്ള കമ്പനി ആണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ അവർ റീപേയ്മെന്റ് ഒക്കെ നടത്തുള്ളൂ. സോ ഇതൊക്കെ അറിയാനായിട്ട് സപ്ലയേഴ്സ് തന്നെ അറിയണം. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടീസ് ഉണ്ടല്ലേ, ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് നല്ല കമ്പനി ആണെങ്കിലാണ്, സൗണ്ട് ഫിനാൻഷ്യൽ ഹെൽത്ത് ഉള്ള കമ്പനി ആണെങ്കിലാണ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. സോ അപ്പാർട്ട് ഫ്രം ദ ഓണേഴ്സ് ദർ ആർ എ ലോട്ട് ഓഫ് മെനി അതർ പാർട്ടീസ് ഓർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് in knowing about financial accounting. A systematic record of various assets and liabilities facilitates the preparation of this a new statement known as balance sheet. Balance sheet is also known as a position statement. ബാലൻസ് ഷീറ്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പറയുന്ന മറ്റൊരു പേര് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഈ പോയിന്റ് ഓർത്തിരിക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എവിടെയാണെന്ന് ഓണർക്കും മറ്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസിനും ഒക്കെ അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. ആൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. എന്തൊക്കെയാണ് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാം അല്ലെ. മാനേജ്മെന്റ് ഓക്കെ, ദെൻ ഓണർ ഓക്കെ. ഓണർ മാനേജ്മെന്റ് ഒന്നാവണമെന്നില്ല കേട്ടോ. ഓണർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മാനേജർ അപ്പോയിന്റ് ചെയ്തുകൊണ്ട്, സാലറീഡ് മാനേജറിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഓണർക്ക് ബിസിനസ്സിന് മാനേജ് ചെയ്യാം. ഫോർ ദിസ് പേർപ്പസ് നമുക്ക് ക്രെഡിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഗവൺമെന്റ്, ടാക്സ് അതോറിറ്റീസ്, ഇവർക്കൊക്കെ ബിസിനസിന്റെ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ആണ്. ഓക്കെ, എന്തുവാട്ടെ, ഇവർക്കൊക്കെ അക്കൗണ്ടിങ് സിസ്റ്റം പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് അവർ ചോദിക്കുമ്പോഴൊക്കെ
റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു റെഡി ഇൻഫർമേഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്